വിശദമായി നോക്കാം. പാലക്കാട് ധോണിയിൽ ഇന്ന് പുലർച്ചെയും PT-7 ഇറങ്ങി നാശം വിതച്ചു. നെൽകൃഷി നശിപ്പിച്ച കാട്ടാന വീടിന്റെ ചുറ്റുമതിലും തകർത്തു. ഇതിനു പുറമെ അകത്തെ തറയിൽ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. ധോണി കുന്നത്തുകളത്തിലാണ് പുലർച്ചെ PT-7 ആദ്യമെത്തിയത്. പ്രദേശവാസിയായ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ ചുറ്റുമതിൽ തകർത്തു. നെൽകൃഷി നശിപ്പിച്ചു. ഞാൻ ഈ പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് ഈ മതിലിനെ ഇടിച്ചിട്ട് താഴത്തുകൂടി ഇറങ്ങി വന്നു. താഴത്തുകൂടി ഇറങ്ങി പാടത്തേക്ക് ഇറങ്ങിപ്പോയി. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ആന കൊണ്ട് ഭയങ്കര ശല്യം തന്നെയാണ്. ഇന്നലെ രാത്രി ഉറക്കമില്ല ശരിക്കും പറഞ്ഞാൽ. ശിവേട്ടൻ നല്ല നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ആന അവിടെ പാടത്ത് പഞ്ചം നശിപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ വന്നത് PT-7 ഉറപ്പാണ്. അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ലൈവായിട്ട് നമ്മൾ അടുത്തുനിന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വല്ല ഭീഷണിയിലാണ്. ഏതായാലും ഈ ഉടനെ പിടിക്കുന്നുള്ള ധാരണയിൽ ഇപ്പോൾ സർക്കാർ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. പിടിക്കാൻ കഴിയണം എന്താണെന്ന് അറിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് കൊണ്ടാണോ ഇനി വേറെന്ന് അറിയില്ല. ഏതായാലും പിടിച്ചിരിക്കുന്നതാണോ അവർ ഉറപ്പ് തരുന്നത്. ഏതായാലും ജനങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഏത് നിമിഷവും അപകടമായിട്ട് ഒരു സ്ഥിതിയാണ് ധോണി മേഖലയിലുള്ളത്. ധോണിയിൽ PT-7 ആണെങ്കിൽ അകത്തെ തറയിൽ കാട്ടാനക്കൂട്ടമാണ് നാശം വിതച്ചത്. NSS എഞ്ചിനീയറിംഗ് കോളേജിന്റെ മതിൽ തകർന്നു. കൃഷിയും നശിപ്പിച്ചു. 22-നകം കാട്ടാനയെ പിടിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാർ. 22-ാം തീയതി പിടിച്ചില്ലെങ്കിൽ 23 മുതൽ ജനകീയ സമിതിയിൽ സമരം, അനിശ്ചിതകാല സമരം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇത് ഒന്നിനും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. വേറെ ആനകൾ ഇറങ്ങുന്നുണ്ട്. അതിനെ റബ്ബർ ബുള്ളറ്റ് വെച്ചിട്ട് ഒന്നെങ്കിൽ അടിച്ചു ഓടിക്കാനുള്ള സംവിധാനം കാണണം. PT-7 പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ഇന്നെത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. വന്യമൃഗ ഭീതി ഒഴിയാതെ വയനാട്ടിലെ കർഷകർ. വയനാട്ടിൽ വീണ്ടും വന്യമൃഗം ആടിനെ കൊന്നു. ആടിനെ കൊന്നത് കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഇവിടം. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വനാതിർത്തികൾ കടന്ന് വന്യമൃഗങ്ങൾ എത്തുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇന്ന് പുലർച്ചെയാണ് മാനന്തവാടി കല്ലുമുട്ടംകുന്നിൽ വന്യമൃഗം ആടിനെ കൊന്നത്. പ്രദേശവാസിയായ ബിജുവിന്റെ 1 വയസ്സുള്ള ആടിനെയാണ് കൊന്നത്. ആക്രമിച്ചത് കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നേരത്തെ കടുവ സാന്നിധ്യം സംശയിക്കുന്ന പ്രദേശമാണ് ഇവിടം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എണീറ്റ് പക്ഷേ തൊട്ട് കയറും. 4 മണിയായപ്പോൾ ഞാൻ എണീറ്റാ. അതാണ് സംഭവിക്കുന്നത്. കോഴി കാര്യങ്ങൾ ഒച്ച കിട്ടും. വന്ന് നോക്കുമ്പോൾ ആണ് ചത്തെടുക്കും. വനപാലകരും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വന്യമൃഗത്തിന്റേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് പ്രദേശത്ത് കണ്ടെത്തി. പിലാക്കാവ് മണിയൻകുന്നിൽ കടുവയ്ക്കായി കൂടുവച്ചതിന് 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ആടിനെ ആക്രമിച്ചിരിക്കുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് 18 വയനാട്. മൂന്നാറിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പടയപ്പ എന്ന കാട്ടാനയെ പ്രകോപിപ്പിക്കുന്നത് ടൂറിസത്തിന്റെ മറവിലെന്ന് വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം കടലാർ എസ്റ്റേറ്റിൽ പ്രകോപനം സൃഷ്ടിച്ച് ജീപ്പ് ഡ്രൈവർക്കെതിരെ കേസെടുക്കും. വാഹനം കസ്റ്റഡിയിലെടുക്കാനും വനം വകുപ്പ് നിർദ്ദേശം നൽകി. മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ പകൽ സമയത്ത് തേയിലച്ചെരുവിൽ നിൽക്കുകയായിരുന്ന പടയപ്പയ്ക്ക് നേരെ ജീപ്പ് ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിയിരുന്നു. ഇത്തരം നടപടികൾ ടൂറിസത്തിന്റെ മറവിലെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. പടയപ്പയെ കാണിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് റിസോർട്ടുകളും ടാക്സിക്കാരും സഞ്ചാരികളെ ആകർഷിക്കുന്നുവെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് മൂന്നാർ DFO നിർദ്ദേശം നൽകി. വിനോദസഞ്ചാര വകുപ്പിനെയും വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യമായി ഹോൺ മുഴക്കിയ കടലാർ എസ്റ്റേറ്റ് സ്വദേശി ദാസിനെതിരെ കേസെടുക്കും. ഇയാൾ ഓടിച്ചിരുന്ന ടാക്സി വാഹനം കസ്റ്റഡിയിലെടുക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കി പൂപ്പാറ പന്നിയാർ എസ്റ്റേറ്റിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ റേഷൻ കട ഭാഗികമായി തകർന്നു. അരിക്കൊമ്പൻ എന്നറിയപ്പെടുന്ന ആനയാണ് റേഷൻ കടയുടെ ഭിത്തി പൊളിച്ച് അരിയെടുത്തത്. 1.5 വർഷത്തിനിടെ 7ാം തവണയാണ് കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് അരിക്കൊമ്പൻ പന്നിയാറിൽ ഇറങ്ങിയത്. റേഷൻ കടയുടെ ഭിത്തി പൊളിച്ച് 1 ചാക്ക് കുത്തരി പുറത്തെടുത്ത് കഴിച്ചു. അരി ഇഷ്ടാഹാരമായതിനാലാണ് ഒറ്റയാനെ അരിക്കൊമ്പനെന്ന് നാട്ടുകാർ വിളിക്കുന്നത്. റേഷൻ കടയുടെയും ഷെഡുകളുടെയും ഭിത്തി തകർത്താണ് അരിയെടുക്കുന്നത്. 15 മാസത്തിനിടെ 6 തവണ പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. 10 ചാക്കിലധികം അരിയും ആട്ടയും നഷ്ടമായി. 26 വർഷങ്ങൾക്ക് മുൻപാണ് ചൂണ്ടൽ സ്വദേശിയായ ആന്റണി ഇവിടെ റേഷൻ കട തുടങ്ങിയത്. ഇതിനിടെ നിരവധി തവണ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായി. തുടർച്ചയായ ആക്രമണം കനത്ത സാമ്പത്തിക ബാധ്യതയ്ക്കും ഇടയാക്കുന്നുണ്ട്.
അടിക്കടി ഇങ്ങനെ ആനകൾ മാറി. ചക്കക്കൊമ്പൻ പേരുള്ള ഒരു ആനയുണ്ട്, അരിക്കൊമ്പനുണ്ട്, ഇങ്ങനെ പല പേരുകളുള്ള ആനകളുണ്ട്. കൊമ്പന്മാരാണ്. കൂട്ടത്തോടു കൂടി ആന ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ ഒറ്റയാമ വരുമ്പോഴാണ് കട തകർക്കുന്നതും കടപ്പൊളിച്ച് അരിയെടുക്കുന്നതും തന്മൂലം ഉണ്ടാകുന്ന ഈ നഷ്ടം സംഭവിക്കുന്നതെല്ലാം. HML കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത്. തോട്ടം രൂപീകരണ കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ്. പന്നിയാറിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കമ്പനി തയ്യാറാവുകയോ തോണ്ടിമലയിലേക്ക് സ്ഥാപനം മാറ്റാൻ ഇടപെടൽ ഉണ്ടാവുകയോ വേണമെന്നാണ് ആവശ്യം. ഇന്നൊരു ചാക്ക എടുത്തോളൂ, അന്നത്തേക്ക് ആൾക്കാർ കൂടി ഒറ്റ വെച്ചു. ഈ ആനക്ക് ഒറ്റ വെച്ചാൽ പോകുന്ന ആനയല്ല, ഞങ്ങളെ കുടിയിൽ വരുന്ന ആനയാണ്. ഞങ്ങളും ഒറ്റ വെച്ച് മടുക്കുക. ഈ രീതിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല. സർക്കാർ ഇതിന് ഞങ്ങൾക്ക് ഉറപ്പായി ഒരു റേഷൻ കട ഞങ്ങൾക്ക് തരണം. ദിവസങ്ങൾക്ക് മുൻപ് ശങ്കരപാണ്ഡ്യൻമേട്ടിൽ 2 വീടുകളും ആനയിറങ്കൽ ടൂറിസം സെന്ററിലെ സാധനങ്ങളും ആന തകർത്തിരുന്നു. ആനയിറങ്കലിൽ സ്കൂട്ടർ യാത്രികന് നേരെ ആന പാഞ്ഞെടുത്തതും ദിവസങ്ങൾക്ക് മുൻപാണ്. അരിക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, കല്യാണി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഒറ്റയാന്മാരും കാട്ടാനക്കൂട്ടങ്ങളുമാണ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. പതിവായി അക്രമം നടത്തുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒറ്റയാന്മാരെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ശാന്തൻപാറ പഞ്ചായത്തിനും വനംവകുപ്പ് മന്ത്രിക്കും CCF-നും നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷയൊരുക്കുവാൻ പദ്ധതികളുമായി കൊല്ലം പുനലൂർ മണ്ഡലത്തിലെ മലയോര പഞ്ചായത്തുകൾ 10 കോടി രൂപയുടെ സമഗ്ര പദ്ധതിയാണ് MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകൾ ഒരുക്കുന്നത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പന്നിയും മയിലും മലയണ്ണാനും സ്വൈരജീവിതം തകർക്കുമ്പോൾ തെന്മല ഗ്രാമപഞ്ചായത്തിൽ വില്ലന്മാരാകുന്നത് കുരങ്ങന്മാരും പന്നികളുമാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഊരുകളിൽ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാണ്. വന്യമൃഗശല്യത്തിൽ നിന്നും കിഴക്കൻ മേഖലയിലെ മലയോര നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വിവിധ പദ്ധതികളാണ് അധികൃതർ ഒരുക്കുന്നത്. പുനലൂർ താലൂക്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ പരമാവധി ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലും പ്രത്യേകമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കാനായി ആലോചിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകമായി തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിൽ പ്രത്യേകമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ മീറ്റിംഗ് ചേർന്നിരിക്കുന്നത്. ആര്യങ്കാവ്, തെന്മല, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെയും പുനലൂർ നഗരസഭയിലെയും ചില വാർഡുകളാണ് വന അതിർത്തിയുമായി പങ്കിടുന്നത്. ആനയുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ 6 കിലോമീറ്റർ നീളത്തിൽ കിടങ്ങുകൾ സ്ഥാപിക്കും. സോളാർ വേലികൾ തകർന്നത് പുനഃസ്ഥാപിക്കുകയും മറ്റുള്ളവ ബലപ്പെടുത്തുകയും ചെയ്യും. ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലും. വന്യജീവി ശല്യം ഒഴിവാക്കാൻ വിവിധ പദ്ധതികൾക്കായി 4,61,00,000 രൂപ ആദ്യഘട്ടം വിവിധ പഞ്ചായത്തുകളിൽ ചിലവഴിക്കും. 4 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തീകരിക്കും. തെന്മല കേന്ദ്രമാക്കി RRT ആരംഭിക്കും. RRTക്ക് വാഹനം വാങ്ങുന്നതിന് MLA ഫണ്ട് അനുവദിക്കും. RRTയെ സഹായിക്കാൻ ഓരോ പഞ്ചായത്തിൽ നിന്നും അംഗങ്ങളെ കണ്ടെത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലനം നൽകും. ന്യൂസ് 18 പുനലൂർ. കണ്ണൂർ പാറക്കണ്ടിയിൽ വയോധിക തനിച്ച് താമസിക്കുന്ന വീടിന് തീവെച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. പാറക്കണ്ടിയിലെ സതീഷ് എന്ന ഉണ്ണിയെയാണ് ടൗൺ CI PA ബിനുമോഹനും സംഘവും അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് വയോധികയായ ശ്യാമള താമസിച്ചിരുന്ന വീടിന് തീവെച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കയ്യിൽ കത്തിച്ച ചൂട്ടുമായി നടന്നുവരുന്ന അജ്ഞാതൻ തീവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ തെളിഞ്ഞത്. പോലീസിന്റെ വിശദാന്വേഷണത്തിൽ ദൃശ്യങ്ങളിലുള്ളത് സതീഷാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ആക്രി സാധനങ്ങൾ കൂട്ടിയിടുന്ന വിദ്വേഷത്തിൽ തീവെച്ചതാണ് എന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മുത്താംകോണം സ്വദേശി മനുവാണ് പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഉടുത്തിരുന്ന മുണ്ട് ഉപയോഗിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. സംഭവം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ മനുവിനെ ജില്ലാ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അയൽവാസിയായ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയിലാണ് നെടുമങ്ങാട് പോലീസ് മനുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കി നെടുങ്കണ്ടം ടൗണിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയുന്നു. മോട്ടോർ തകരാർ മൂലമാണ് ജലവിതരണം മുടങ്ങിയത് എന്നാണ് അധികൃതർ പറയുന്നത്. 2 മാസം മുൻപ് നന്നാക്കിയ മോട്ടറിനാണ് വീണ്ടും തകരാർ സംഭവിച്ചത്. കല്ലാർപ്പുഴയോട് ചേർന്ന് താന്നിമൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പമ്പ് ഹൌസിൽ നിന്നാണ് നെടുങ്കണ്ടത്ത് വെള്ളം വിതരണം ചെയ്യുന്നത്. ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. നിലവിൽ ഒരാഴ്ചയിൽ അധികമായി വെള്ളം വിതരണം ചെയ്യുന്നില്ല. കുടിവെള്ള പദ്ധതി നിർത്തിവെച്ചിരിക്കുന്നത് സാധാരണക്കാരും മറ്റ് ആശുപത്രിയിലെ രോഗികളും ഒക്കെ ആശ്രയിക്കുന്ന ഈ കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റി മുൻകൈ എടുത്തുകൊണ്ട് റെഡിയാക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെയൊക്കെ ആവശ്യം.
2 മാസം മുമ്പ് തകരാർ പരിഹരിച്ച മോട്ടോർ വീണ്ടും കേടായതോടെയാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. താന്നിമൂട്ടിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ചെക്ക് ഡാമിലെ വെള്ളം കലങ്ങിയെന്നും ഈ വെള്ളം പമ്പ് ചെയ്തതോടെ മണ്ണ് കയറി മോട്ടോർ കേടായെന്നുമാണ് ആരോപണം. കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ വീടുകളിലും ഹോസ്റ്റലുകളിലേക്കും ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ്. മോട്ടോറിന്റെ തകരാറ് ഉടൻ പരിഹരിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊല്ലം ഉമയനെല്ലൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞു. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ്സാണ് മറിഞ്ഞത്. 18 കുട്ടികളെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊല്ലം കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിലെ തീപിടുത്തം. KSB സോളാർ പാനൽ സ്ഥാപിച്ചയിടത്തെ മീറ്ററിലാണ് തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊട്ടാരക്കരയിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് KSB അധികൃതരുമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പുലർച്ചെ ഇന്ന് രാവിലെ 10:40 സിവിൽ സ്റ്റേഷന് മുകളിൽ നിന്നും പുകയും തീയും ഉയരുന്നത് കണ്ട് ജീവനക്കാരും ജനങ്ങളും ഭയന്ന് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിർധന കുടുംബത്തിന് വീടില്ലാത്തതറിഞ്ഞ് വീട് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഒരു കുടുംബം. കോട്ടയം ഉദയനാപുരം പടിഞ്ഞാറേക്കര സ്വദേശി അനിൽകുമാറാണ് 3 സെന്റ് സ്ഥലം നൽകാൻ സന്നദ്ധനായത്. വൈക്കം പടിഞ്ഞാറേക്കര വട്ടത്തറയിൽ വാസുദേവനും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് മന്ത്രി VN വാസവനാണ് വിഷയത്തിൽ ആദ്യം ഇടപെട്ടത്. തുടർന്ന് മന്ത്രി ഇക്കാര്യം ഉദയനാപുരത്തെ CPM നേതാക്കളെ അറിയിച്ചു. പിന്നാലെയാണ് വടയാർ പടിഞ്ഞാറേക്കരയിലെ തന്റെ പുരയിടത്തിൽ നിന്നും വാസയോഗ്യമായ 3 സെന്റ് സ്ഥലം അനിൽകുമാർ പിതാവ് നാരായണൻ നായരുടെ സ്മരണാർത്ഥം വീട് വയ്ക്കാനായി വിട്ടു നൽകിയത്. വടയാർ പടിഞ്ഞാറേക്കര തുറുവേലിക്കുന്ന് പാണതറ ചിറയിലാൻ റോഡിൻ്റെ സൈഡിലുള്ള 3 സെന്റ് സ്ഥലമാണ് നിർധന കുടുംബത്തിലും ഭൂരഹിതരുമായ വാസവൻ വട്ടത്തറ എന്നയാൾക്ക് ഞാൻ നമ്മളോട് കുറച്ച് ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും ഇയാൾ വീട് വയ്ക്കാൻ ഭൂമിയില്ല എന്നും ഇത് ക്യാൻസർ പേഷ്യൻറ്റുമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന് ഇത് ദാനാധാരമായി കൊടുക്കുവാൻ തീരുമാനിച്ചു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്മരണാർത്ഥമാണ് ഞാനിത് ഇദ്ദേഹത്തിന് ദാനാധാരമായി നൽകുന്നത്. പടിഞ്ഞാറേക്കരയിലുള്ള അനിൽകുമാറിന്റെ വീട്ടിലെത്തിയ മന്ത്രി VN വാസവൻ വസ്തുവിന്റെ ആധാരം ഏറ്റുവാങ്ങി വാസുദേവനും കുടുംബത്തിനും കൈമാറി. ഒരു ക്യാൻസർ പേഷ്യന്റിന് വീടില്ലാതെ നിർത്തിയ ഒരു ക്യാൻസർ പേഷ്യന്റ് അത്തരത്തിലൊരു ആവശ്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സഹോദരി ഇങ്ങുമാറിനെയും PT സബാസിനെയും അദ്ദേഹം ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അനിലുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു ഭൂമി ദാനം ചെയ്യാനുള്ളൊരു മനസ്സ് ബഹുമാനപ്പെട്ട അനിൽ കാണിച്ചിരിക്കുകയാണ്. അത് ഈ വീട് കയറുന്ന ഈ ക്യാമ്പയിനിൽ അങ്ങനെ ഒരു ഉദ്യമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. സ്ഥലം ലഭിച്ചെങ്കിലും ഇനി വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സഹായം വേണം. ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് 5 വർഷമായി ചികിത്സയിലാണ് വാസുദേവന്റെ ഭാര്യ ബിജിമോൾ. 11ഉം 8ഉം വയസ്സ് പ്രായമുള്ള 2 ആൺകുട്ടികളാണ് ഇവർക്കുള്ളത്. കൂലിപ്പണിക്കാരനായ ഭർത്താവ് വാസുദേവന്റെ ഏക വരുമാനത്തിലാണ് കുടുംബത്തിന്റെ ദൈനംദിന ചിലവും ഭാര്യയുടെ ചികിത്സയും നടക്കുന്നത്. അടച്ചുറപ്പുള്ള വീടുണ്ടാകണമെങ്കിൽ സുമനസ്സുകളുടെ കനിവുണ്ടാകണം. ന്യൂസ് 18 കോട്ടയം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. ക്യാപ്സൂൾ രൂപത്തിലാക്കി കൊണ്ടുവന്ന 46 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടിച്ചത്. 960 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ദുബായിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശി മസദ് പിടിയിലായി. പത്തനംതിട്ട പുല്ലാട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 40 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കോയിപ്പുറം പുല്ലാട് സ്വദേശി സന്തോഷാണ് പോലീസ് പിടിയിലായത്. പുതുവത്സരാഘോഷ സമയത്തെത്തിച്ച ഹാഷിഷ് ഓയിലാണ് പോലീസ് പിടിച്ചെടുത്തത്. 18 ചെറിയ ബോട്ടിലുകളിൽ സൂക്ഷിച്ച നിലയിലാണ് 40 ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തത്. സന്തോഷ് ലഹരി കച്ചവട സംഘത്തിലെ കണ്ണിയാണെന്നും മറ്റ് സംഘാംഗങ്ങൾക്കായുള്ള അന്വേഷണങ്ങൾ തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി സ്വപ്നിൽ അറിയിച്ചു. ഗതാഗത യോഗ്യമായ വഴിയില്ലാത്തതിനാൽ വീട് നിർമ്മാണം പോലും ആരംഭിക്കാൻ കഴിയാത്ത ഗതികേടിലാണ് തൊടുപുഴയ്ക്കടുത്ത് കൊടയത്തൂർ പഞ്ചായത്തിലെ ചക്കിക്കാവ് ഇലവീഴ പൂഞ്ചിറ നിവാസികൾ. പ്രദേശവാസികളിൽ നിരവധി ആളുകൾക്ക് സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പ്രകാരം വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ഏകയാത്രാ മാർഗമായ കാഞ്ഞാർ ഇലവീഴ പൂഞ്ചിറ റോഡ് നിർമ്മാണം പാതി വഴിയിൽ തടസ്സപ്പെട്ടതോടെ ഇവിടെയുള്ളവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ടില്ല. മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. കുടയത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇലവീഴ പൂഞ്ചിറ. കർഷകരും കൂലിപ്പണിക്കാരുമാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും. ഗതാഗത യോഗ്യമായ വഴിയില്ലാത്തതിനാൽ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവിടുത്തുകാർ.
നിരവധി ആളുകളുടെ വീടുകൾ കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. തകർന്നു കിടക്കുന്ന വഴിയിലൂടെ സാധന സാമഗ്രികളും മറ്റും എത്തിക്കുന്നതിനുള്ള ഭാരിച്ച വാഹനക്കൂലി കാരണം വീട് നിർമ്മാണം അസാധ്യമാണെന്ന് ഇവർ പറയുന്നു. വഴിയിൽ നമ്മൾ വഴി മോശമായതുകൊണ്ട് ഇവിടുന്ന് ഒരു വണ്ടി കയറി വരണമെങ്കിൽ പൈസ കൂടാവും. അത് കാരണം നമുക്ക് ലൈഫ് അധികം പെര കിട്ടിയാൽ പോലും നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് ഒരു പെര പണിയാൻ പക്ഷേ ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു വണ്ടി വിളിച്ച് ഇവിടെ ഒരു വണ്ടി കയറി വരണമെങ്കിൽ അതിന് നമ്മുടെ പൈസ കൂടായതുകൊണ്ട് കമ്പി വരണമെങ്കിലും സിമെൻറ്റ് വരണമെങ്കിലും നമുക്ക് ഒത്തിരി രൂപയാകും. കാഞ്ഞാറ് ഭാഗത്തു നിന്നാണ്, കാഞ്ഞാറ്റ് മൂലമറ്റം ഭാഗത്തു നിന്നാണ് സാധനം എടുക്കേണ്ടത്. സിമെൻറ്റ് കമ്പിയെ കൊണ്ടുവരണമെങ്കിൽ ഈ വഴി മോശമായതുകൊണ്ട് നടപാടില്ല, അത്രയും രൂപയ്ക്ക് നടക്കുകയില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശവാസികളിൽ പലരും വീട് നിർമ്മാണത്തിനായി സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതികളെയാണ് ആശ്രയിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി ആളുകൾക്ക് വീട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതി പ്രകാരം ലഭിക്കുന്ന 4 ലക്ഷം രൂപയിൽ പാതിയും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ ചിലവാകുന്ന സ്ഥിതിയാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം യാത്രാ സൗകര്യമാണ് ഞങ്ങൾക്കില്ലാത്തത്. ഞങ്ങളുടെ റോഡെന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. അന്നുള്ള കൂലിപ്പണിയാണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. കൂലിപ്പണി ചെയ്യുന്ന കിട്ടുന്ന പൈസ മുഴുവൻ വണ്ടിക്കൂലിക്കായിട്ടാണ് പോകുന്നത്. സാധാരണക്കാരായ വീട്ടിലെ കുട്ടികൾ സ്കൂളിൽ പോകാനാണെങ്കിലും ഒരു ട്രിപ്പ് വണ്ടിയാണ് ആശ്രയം. അപ്പോൾ അതിനാണെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ കൊടുക്കാനുള്ളത് നമുക്ക് ഈ പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. 12 വർഷം മുൻപ് തുടങ്ങിയ റോഡ് നിർമ്മാണം ഇനിയും പൂർത്തിയാക്കാത്തതാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണം. 10 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ 3.5 കിലോമീറ്റർ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച് നടത്തി. സ്കൂളിൽ നിന്നും വിനോദയാത്ര പോയപ്പോൾ അവസരം ലഭിക്കാതിരുന്ന 2 വിദ്യാർത്ഥികൾ ഇതേ ദിവസം ബൈക്കിൽ വിനോദയാത്ര പോയി എന്നാരോപിച്ചാണ് ഇവരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് SFI ആരോപിക്കുന്നു. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി നോക്കാം കാർഷിക കേരളം. കൊല്ലംപെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ കോക്കാട് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇറക്കിയ കൃഷിയിൽ 100 മേനി വിളവ്. സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ ജില്ലാതല പ്രഖ്യാപനം കൃഷിയിടത്തിൽ നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവർ. സ്വന്തം കൈകൊണ്ട് നട്ടുനനച്ച് പരിപാലിച്ച പച്ചക്കറിയാൽ സമൃദ്ധമാകും ഇനി കോക്കാട് SP സ്കൂളിലെ കുട്ടികളുടെ ഉച്ചയൂണ്. കോളിഫ്ലവർ, ചീര, അമരയ്ക്ക, വെണ്ട, പച്ചമുളക്, പാവയ്ക്ക, വഴുതന, വെള്ളരി എന്നുവേണ്ട എല്ലാം ഈ കൃഷിയിടത്തിലുണ്ട്. ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA-യുടെയും കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ കൃഷിയിടം ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ ജില്ലാതല പ്രഖ്യാപനവും ഇവിടെ തന്നെ എത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ വിളവെടുപ്പിന്റെ ജില്ലാതല പ്രഖ്യാപനം നടത്തി. ഇവിടെ കോക്കാട് LPS-ൽ വിളവെടുപ്പ് നടത്തിയ പച്ചക്കറി തോട്ടം പ്രാവർത്തികമായത്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ പങ്കുണ്ട്, രക്ഷിതാക്കളുടെ പങ്കുണ്ട്, അധ്യാപകരുടെ പങ്കുണ്ട്, PTA ഭാരവാഹികളുടെ പങ്കുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള കൊല്ലത്തെ 879 സ്കൂളുകൾക്ക് ഈ പച്ചക്കറിത്തോട്ടം മാതൃകയാകും. സ്കൂൾ അടുക്കളത്തോട്ടം പാഠ്യപദ്ധതിയുടെ ഭാഗമാകുമ്പോൾ കാർഷിക മേഖലയോട് കുട്ടികളുടെ ആഭിമുഖ്യം ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണ് അധ്യാപകർക്ക്. പ്രഖ്യാപന സമ്മേളനത്തിന് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സുജാ സജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹർഷകുമാർ, കൊല്ലം DDE KI ലാൽ, വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് സജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 പുനലൂർ. പച്ചക്കറി കൃഷിക്കൊപ്പം വേറിട്ട പരീക്ഷണം നടത്തി മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഏനാത്ത് സ്വദേശി ഷാജി ഖാൻ. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച സൂര്യകാന്തി കൃഷി വിജയമായതോടെ കൂടുതൽ വിപുലപ്പെടുത്താനാണ് ഷാജിയുടെ തീരുമാനം. അൻപത് ദിവസം മുമ്പ് വിത്തിറക്കിയ സ്ഥലത്താണ് ഈ സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പത്തനംതിട്ട ഏനാത്ത് സ്വദേശി ഷാജി ഖാൻ എന്ന കർഷകന്റെ കഠിനാധ്വാനവും പ്രതീക്ഷയുമാണ് ഈ പൂക്കൾ. സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ ഷാജിയുടെ കൃഷിസ്ഥലം നാട്ടുകാർക്കും കൗതുക കാഴ്ചയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൃഷിയിൽ നിന്ന് മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട്. സുന്ദരപാണ്ഡിപുരത്തെ കർഷകനായ സുഹൃത്താണ് സൂര്യകാന്തി വിത്തുകൾ ഷാജിക്ക് നൽകിയത്. ഈ അടുത്ത കഴിഞ്ഞ സീസണിൽ സൂര്യകാന്തി പാടം കാണാൻ
തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഒരു കർഷകൻ ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് താല്പര്യം തോന്നിയിട്ട് എനിക്ക് കുറച്ച് വിത്ത് തരും. ആ വിത്ത് ഞാനിവിടെ കൃഷി ചെയ്തു. സീസണൊന്നും പ്രശ്നമല്ല, നമ്മുടെ ഇവിടെ എന്നും ഉണ്ടാവും. പിന്നെ രാസവളങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ പൂവും നല്ല തൂക്കമുള്ള വിത്തുകളും കിട്ടും. എന്നാലും നമുക്കില്ല, അവിടുത്തേക്കാട്ടിലും നല്ല വിത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഹൈബ്രിഡ് സീഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പോളിനേഷൻ നടക്കാൻ സാധ്യത കുറവാണ്. എള്ളും ചോളവും വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യകാന്തിയിൽ ആദ്യ പരീക്ഷണമാണിത്. രാസവള പ്രയോഗങ്ങളില്ലാതെ മികച്ച വിളവ് ലഭിക്കുന്നതിനാൽ സൂര്യകാന്തി കൃഷി ലാഭകരമാണെന്നും ഷാജി പറയുന്നു. കാലാവസ്ഥ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇനി തുടർച്ചയുള്ളതായതുകൊണ്ട് നല്ല വിത്ത് കിട്ടും. അതുപോലെ പച്ചക്കറികളും മറ്റു എല്ലാ വിളകളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഇത് ഇങ്ങനെ വിജയകരമായ സ്ഥിതിക്ക് വിസ്തീർണം കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലേക്കാണ്. ഏതു കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ സൂര്യകാന്തി കൃഷി കൂടുതൽ വിപുലമാക്കാനാണ് ഷാജിയുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.